ഹലോ, എല്ലാവർക്കും SCET സമഗ്രയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ രണ്ടാമത്തെ ചാപ്റ്ററായ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആവിർഭാവത്തിലേക്ക് എന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന് സ്റ്റാർട്ടിങ്ങിൽ കൊടുത്തിട്ടുള്ള ഒരു സംഭാഷണമാണ്. ബംഗാളി സാഹിത്യകാരനും സാമൂഹിക പരിഷ്കർത്താവുമായ ദീനബന്ധു മിത്ര രചിച്ച നീൽ ദർപ്പൺ എന്ന നാടകത്തിലെ ഭാഗങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. നീലൻ തോട്ടയുടമകളുടെ ചൂഷണത്തിനെതിരെയാണ് കഥാപാത്രങ്ങൾ സംസാരിക്കുന്നത്. ചൂഷകർക്കെതിരെ ഇന്ത്യക്കാർ ഒന്നിച്ചു നിൽക്കേണ്ടതിന്റെ ആവശ്യകത അവർ എടുത്തു പറയുന്നുണ്ട്. ഈ സംഭാഷണത്തിൽ നിന്ന് എന്തൊക്കെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? നീലദർപ്പൺ നാടകത്തിന്റെ പ്രാധാന്യം നൽകിയിരിക്കുന്ന വിഷയങ്ങൾ: ചൂഷകർക്കെതിരെ ഇന്ത്യക്കാർ ഒന്നിച്ചു നിൽക്കേണ്ടതിന്റെ ആവശ്യകത, വിദേശാധിപത്യത്തിനെതിരെ പോരാടേണ്ടതിന്റെ ആവശ്യകത, സാമ്പത്തിക ചൂഷണത്തിൽ നിന്നുള്ള മോചനം, അവകാശങ്ങൾ നേടിയെടുക്കേണ്ടതിന്റെ പ്രാധാന്യം, ഐക്യം. ഇതൊക്കെയാണ് ഈ നാടകത്തിൽ പ്രാധാന്യം നൽകിയിട്ടുള്ളത്. ചൂഷകർക്കെതിരെ ഇന്ത്യക്കാർ ഒന്നിച്ചു നിൽക്കേണ്ടതിന്റെ ആവശ്യകത, വിദേശാധിപത്യത്തിനെതിരെ പോരാടേണ്ടതിന്റെ ആവശ്യകത, സാമ്പത്തിക ചൂഷണത്തിൽ നിന്നുള്ള മോചനം, അവകാശങ്ങൾ നേടിയെടുക്കേണ്ടതിന്റെ പ്രാധാന്യം, ഐക്യം. ഓക്കെ, ഇന്ത്യൻ ദേശീയതയുടെ വളർച്ച നോക്കാം. സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് ഇന്ത്യ നിരവധി നാട്ടുരാജ്യങ്ങളായിട്ട് ഭിന്നിക്കപ്പെട്ടിരുന്നു. ജാതി, മതം, വേഷം, ഭാഷ, സംസ്കാരം തുടങ്ങിയ എല്ലാ മേഖലകളിലും വേർതിരിവ് നിലനിന്നിരുന്നു. 19ാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിൽ ഇത്തരം ഭിന്നതകൾക്കെല്ലാം അപ്പുറം ഇന്ത്യക്കാർക്കിടയിൽ ഒരു ഐക്യബോധം രൂപപ്പെട്ടു. ശക്തമായ ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവമായിരുന്നു ഇന്ത്യൻ ജനതയുടെ ഐക്യബോധത്തിന്റെ അടിത്തറ. ഈ ഐക്യബോധത്തെയാണ് ദേശീയത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇന്ത്യൻ ദേശീയത ശക്തമാക്കുന്നതിന് ഇടയാക്കിയ സാഹചര്യങ്ങളാണ് സാമ്പത്തിക നയം, പാശ്ചാത്യ വിദ്യാഭ്യാസം, സാഹിത്യവും പത്രങ്ങളും, സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, ഗതാഗതവും വാർത്താവിനിമയവും. ഇന്ത്യൻ ദേശീയത ശക്തമാക്കുന്നതിന് ഇടയാക്കിയ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? സാമ്പത്തിക നയം, പാശ്ചാത്യ വിദ്യാഭ്യാസം, സാഹിത്യവും പത്രങ്ങളും, സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, ഗതാഗതവും വാർത്താവിനിമയവും. സാമ്പത്തിക നയം നോക്കാം. ഇന്ത്യയിലെ വിവിധ നാട്ടുരാജ്യങ്ങളെ ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കുകയും ബ്രിട്ടീഷുകാരുടെ വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുന്ന കോളനിയായും ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന ഒരു കമ്പോളമായിട്ടോ ഇന്ത്യയെ മാറ്റുകയും ചെയ്തു. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ സാമ്പത്തിക നയങ്ങളുടെ പ്രധാന ലക്ഷ്യം സാമ്പത്തിക ചൂഷണമാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ സാമ്പത്തിക നയങ്ങളുടെ പ്രധാന ലക്ഷ്യം എന്താണ്? സാമ്പത്തിക ചൂഷണമാണ്. സാമ്പത്തിക ചൂഷണത്തിനായിട്ട് ബ്രിട്ടീഷുകാർ സ്വീകരിച്ച സാമ്പത്തിക നയങ്ങളുടെ അനന്തരഫലമാണ് തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും. സാമ്പത്തിക ചൂഷണത്തിനായിട്ട് ബ്രിട്ടീഷുകാർ സ്വീകരിച്ച സാമ്പത്തിക നയങ്ങളുടെ അനന്തരഫലങ്ങൾ എന്തൊക്കെയാണ്? തൊഴിലില്ലായ്മയും ദാരിദ്ര്യവുമാണ്. തൽഫലമായിട്ട് കർഷകർ, കൈവേലക്കാർ, ചെറുകിട കച്ചവടക്കാർ, ഗോത്രവിഭാഗക്കാർ തുടങ്ങിയ വിവിധ വിഭാഗങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടം ആരംഭിച്ചു. ആരൊക്കെയാണ്? കർഷകർ, കൈവേലക്കാർ, ചെറുകിട കച്ചവടക്കാർ, ഗോത്രവിഭാഗക്കാർ തുടങ്ങിയ വിവിധ വിഭാഗങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടം ആരംഭിച്ചു. ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണത്തെപ്പറ്റി വിശദമായ പഠനം നടത്തിയ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആദ്യകാല നേതാക്കളാണ് ദാദാഭായ് നവറോജി, R.C. ദത്ത്, മഹാദേവ് ഗോവിന്ദ റാണ്ട അല്ലെങ്കിൽ M.G. റാൻഡെ. ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണത്തെപ്പറ്റി വിശദമായ പഠനം നടത്തിയ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആദ്യകാല നേതാക്കളാണ് ദാദാഭായ് നവറോജി, R.C. ദത്ത്, M.G. റാൻഡെ അല്ലെങ്കിൽ മഹാദേവ് ഗോവിന്ദ റാൻഡെയാണ്. ഓക്കെ, ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ്? അത് ദാദാഭായ് നവറോജിയാണ് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത്. ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ സമ്പത്ത് ചോർത്തിക്കൊണ്ടുപോകുന്നു എന്ന നിരീക്ഷണം, അതായത് ചോർച്ചാ സിദ്ധാന്തം, ഡ്രെയിൻ തിയറി അവതരിപ്പിച്ച പുസ്തകമാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ സമ്പത്ത് ചോർത്തിക്കൊണ്ടുപോകുന്നു എന്ന നിരീക്ഷണം അവതരിപ്പിച്ച പുസ്തകത്തിന്റെ പേരാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ദാദാഭായ് നവറോജിയുടെ പുസ്തകമാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ചർച്ചാ വിഷയമാണ് ബ്രിട്ടീഷ് ഭരണത്തിന്റെ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ. ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ചർച്ചാ വിഷയമാണ് ബ്രിട്ടീഷ് ഭരണത്തിന്റെ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ. ഓക്കെ, ഇത്രയാണ് സാമ്പത്തിക നയം. ഇന്ത്യൻ ദേശീയതയെ ശക്തമാക്കുന്ന ഇടയാക്കുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? സാമ്പത്തിക നയം, പാശ്ചാത്യ വിദ്യാഭ്യാസം, സാഹിത്യവും പത്രങ്ങളും, സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, ഗതാഗതവും വാർത്താവിനിമയവും. നെക്സ്റ്റ് പറയുന്നത് പാശ്ചാത്യ വിദ്യാഭ്യാസം. സാമ്പത്തിക നയം കഴിഞ്ഞ് പാശ്ചാത്യ വിദ്യാഭ്യാസം നോക്കാം. 19ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലാണ് ഇന്ത്യയിൽ ആധുനിക വിദ്യാഭ്യാസം പ്രചരിച്ചത്. 19ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലാണ് ഇന്ത്യയിൽ ആധുനിക വിദ്യാഭ്യാസം പ്രചരിച്ചത്. ബ്രിട്ടീഷുകാർ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രചരിച്ചതിന്റെ ലക്ഷ്യം എന്താണ്? ബ്രിട്ടീഷുകാരുടെ മേന്മയെ ഉയർത്തി കാണിക്കുക, ഇന്ത്യക്കാരെ സാംസ്കാരികമായി തങ്ങൾക്ക് വിധേയരാക്കുക, ബ്രിട്ടീഷുകാരുടെ അനുഭവമുള്ള ഒരു വിഭാഗം ഇന്ത്യക്കാരെ വാർത്തെടുക്കുക. ഇതൊക്കെയാണ് ബ്രിട്ടീഷുകാർ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രചരിപ്പിച്ചതിന്റെ ലക്ഷ്യം. ബ്രിട്ടീഷുകാരുടെ മേന്മയെ ഉയർത്തി കാണിക്കുക, ഇന്ത്യക്കാരെ സാംസ്കാരികപരമായിട്ട് തങ്ങൾക്ക് വിധേയരാക്കുക, ബ്രിട്ടീഷുകാരുടെ അനുഭവമുള്ള ഒരു വിഭാഗം ഇന്ത്യക്കാരെ വാർത്തെടുക്കുക. ഇന്ത്യക്കാരുടെ ദേശീയത വളർത്തുന്നതിൽ പാശ്ചാത്യ വിദ്യാഭ്യാസം സഹായകമായത് എങ്ങനെയൊക്കെയാണ്? പുതിയ ആശയങ്ങൾ പരിചയപ്പെട്ട ഇന്ത്യക്കാർ തങ്ങളുടെ രാജ്യം എങ്ങനെ ബ്രിട്ടന്റെ കീഴിലായി എന്ന് ചിന്തിക്കുകയും
ബ്രിട്ടീഷ് ആധിപത്യം അവസാനിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെ പറ്റി സംസാരിക്കുകയും ചെയ്തു. ജനാധിപത്യം, സ്വാതന്ത്ര്യം, സ്ഥിതി സമത്വം, തുല്യനീതി, ശാസ്ത്രബോധം, പൗരാവകാശം എന്നിവയെക്കുറിച്ച് അവബോധമുള്ളവരായി മാറി. രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിലുള്ളവർക്ക് ആശയവിനിമയത്തിനുള്ള പൊതുഭാഷയായിട്ട് ഇംഗ്ലീഷ് മാറി. രാജ്യത്തിന്റെ സാമ്പത്തിക സാമൂഹിക ദൗർബല്യങ്ങൾ തിരിച്ചറിയുന്നതിനും സഹായിച്ചു. ദേശീയതയുടെ ആവിർഭാവത്തിന് കാരണമായി. അപ്പോൾ ഇന്ത്യയിലെ ദേശീയത വളർത്തുന്നതിൽ പാശ്ചാത്യ വിദ്യാഭ്യാസം സഹായകമായത് എങ്ങനെയൊക്കെയാണ്? പുതിയ ആശയങ്ങൾ പരിചയപ്പെട്ട ഇന്ത്യക്കാർ തങ്ങളുടെ രാജ്യം എങ്ങനെ ബ്രിട്ടന്റെ കീഴിലായി എന്ന് ചിന്തിക്കുകയും ബ്രിട്ടീഷ് ആധിപത്യം അവസാനിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റി സംസാരിക്കുകയും ചെയ്തു. ജനാധിപത്യം, സ്വാതന്ത്ര്യം, സ്ഥിതി സമത്വം, തുല്യനീതി, ശാസ്ത്രബോധം, പൗരാവകാശം എന്നിവയെക്കുറിച്ചുള്ള അവബോധമുള്ളവരായി മാറി. രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിലുള്ളവർക്ക് ആശയ കൈമാറ്റത്തിനുള്ള പൊതുഭാഷയായിട്ട് ഇംഗ്ലീഷ് മാറി. രാജ്യത്തിന്റെ സാമ്പത്തിക സാമൂഹിക ദൗർബല്യങ്ങൾ തിരിച്ചറിയുന്നതിന് സഹായിച്ചു. ദേശീയതയുടെ ആവിർഭാവത്തിലേക്ക് കാരണമായി. ഓക്കെ, നെക്സ്റ്റ് ആണ് സാഹിത്യവും പത്രങ്ങളും. ഇന്ത്യൻ ദേശീയത പ്രചരിപ്പിക്കുന്നതിൽ സാഹിത്യ കൃതികളും പത്രങ്ങളും പ്രധാന പങ്കുവഹിച്ചു. സാഹിത്യം. ബ്രിട്ടീഷുകാർക്കെതിരെ പ്രതിഷേധ സാഹിത്യത്തിൽ അലയടിച്ചു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജനങ്ങൾ നേരിടുന്ന ദുരിതങ്ങളും അവഗണനയും ചൂഷണവുമെല്ലാം സാഹിത്യകൃതികളിൽ പ്രതിപാദ്യ വിഷയങ്ങളായി മാറി. ജനങ്ങളിൽ ദേശീയബോധം വളർത്തുന്നതിന് പ്രധാന പങ്കുവഹിച്ച പ്രമുഖ എഴുത്തുകാരാണ് ദീനബന്ധു മിത്ര, ബങ്കിം ചന്ദ്ര ചാറ്റർജി, രവീന്ദ്രനാഥ ടാഗോർ, വള്ളത്തോൾ നാരായണ മേനോൻ, സുബ്രഹ്മണ്യ ഭാരതി. ജനങ്ങളിൽ ദേശീയബോധം വളർത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ച പ്രമുഖ എഴുത്തുകാരാണ് ദീനബന്ധു മിത്ര, ബങ്കിം ചന്ദ്ര ചാറ്റർജി, രവീന്ദ്രനാഥ ടാഗോർ, വള്ളത്തോൾ നാരായണ മേനോൻ, സുബ്രഹ്മണ്യ ഭാരതി. ഓക്കെ, പ്രധാന ദേശീയ സാഹിത്യകാരന്മാരും അവരുടെ ഭാഷയും പിന്നെ അവരുടെ കൃതികൾ നോക്കാം. ബങ്കിം ചന്ദ്ര ചാറ്റർജി ഏത് ഭാഷയിലാണ്? ബംഗാളി ഭാഷയിലാണ് കൃതികൾ എഴുതുന്നത്. ബങ്കിം ചന്ദ്ര ചാറ്റർജി ബംഗാളി ഭാഷ. ഏത് കൃതിയാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ പ്രശസ്തമായ കൃതിയാണ് ആനന്ദമഠം. ആനന്ദമഠം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. രവീന്ദ്രനാഥ ടാഗോറിന്റെ കൃതിയാണ് ഗോര, ഗീതാഞ്ജലി. രവീന്ദ്രനാഥ ടാഗോർ രചിച്ച കൃതികളാണ് ഗോര ആൻഡ് ഗീതാഞ്ജലി. ഇത് ബംഗാളി ഭാഷയിലാണ്. ടാഗോർ രചിച്ചിരുന്നത് ബംഗാളി ഭാഷയിലാണ്. ലക്ഷ്മിനാഥ് ബറുവ. ലക്ഷ്മിനാഥ് ബറുവ ഏത് ഭാഷയിൽ? ആസാമീസ് ആണ്. ആസാമീസ് ഭാഷയിലാണ് ലക്ഷ്മിനാഥ് ബറുവ. ജുൻബിരി കൃതിയുടെ പേരാണ് ജുൻബിരി. ലക്ഷ്മിനാഥ് ബസ് ബറുവയുടെ കൃതിയാണ് ജുൻബിരി. അപ്പോൾ ആനന്ദമഠം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജി, ഗോര ഗീതാഞ്ജലി രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ, ജുൻബിരി രചിച്ചത് ലക്ഷ്മിനാഥ് ബസ് ബറുവ, ലക്ഷ്മിനാഥ് ബറുവയുടെയാണ്. നിബന്ധമാല രചിച്ചത് അത് വിഷ്ണു ശാസ്ത്രി ചിപ്ലങ്കറാണ്. നിബന്ധമാല രചിച്ചത് വിഷ്ണു ശാസ്ത്രി ചിപ്ലങ്കറാണ്. മറാത്തി ഭാഷയിലാണ് രചിച്ചത്. മറാത്തി ഭാഷയിലാണ് നിബന്ധമാല. വിഷ്ണു ശാസ്ത്രി ചിപ്ലങ്കർ. പാഞ്ചാലി ശബ്ദം, കണ്ണൻ പാട്ട്, കുയിൽപ്പാട്ട്. പാഞ്ചാലി ശബ്ദം, കണ്ണൻ പാട്ട്, കുയിൽപ്പാട്ട് ഇതൊക്കെ സുബ്രഹ്മണ്യ ഭാരതി രചിച്ച കൃതികളാണ്. തമിഴ് ഭാഷയിലാണ് രചിച്ചിട്ടുള്ളത്. തമിഴ് ഭാഷയാണ്. സുബ്രഹ്മണ്യ ഭാരതിയുടെ ഭാഷ തമിഴാണ്. പാഞ്ചാലി ശബ്ദം, കണ്ണൻ പാട്ട്, കുയിൽപ്പാട്ട്. നെക്സ്റ്റ് ആണ് ഭാരതേന്ദു ഹരിശ്ചന്ദ്ര ഹിന്ദി ഭാഷയിലാണ്. ഹിന്ദി ഭാഷയിൽ കൃതിയുടെ പേരാണ് സത്യഹരിശ്ചന്ദ്രയാണ്. ഭാരതേന്ദു ഹരിശ്ചന്ദ്ര എഴുതിയ കൃതിയാണ് സത്യഹരിശ്ചന്ദ്ര. പ്രേംചന്ദ് രചിച്ചത് ഹിന്ദി ഭാഷയിൽ തന്നെയാണ്. സേവാസദനം, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ. സേവാസദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ ഇതൊക്കെ പ്രേംചന്ദിന്റെ കൃതികളാണ്. ഹിന്ദി ഭാഷയിലാണ്. അൽതാഫ് ഹുസൈൻ ഹാലിയുടെ ഭാഷ ഉറുദു ഭാഷയിലാണ്. അവരുടെ കൃതികളാണ് ഹയാത്ത് ഇ സാദി, ഹയാത്ത് ഇ ജവീദ്. ഹയാത്ത് ഇ സാദി ആൻഡ് ഹയാത്ത് ഇ ജവീദാണ് അൽതാഫ് ഹുസൈൻ ഹാലിയുടെ കൃതികൾ. അൽതാഫ് ഹുസൈൻ ഹാലി രചിച്ച കൃതികളാണ് ഹയാത്ത് ഇ സാദി, ഹയാത്ത് ഇ ജവീദ് ഉറുദു ഭാഷയിലാണ്. വള്ളത്തോൾ നാരായണ മേനോന്റെ കൃതികളാണ് എന്റെ ഗുരുനാഥൻ, ബാപ്പുജി, ഇന്ത്യയുടെ കരച്ചിൽ. ഇതൊക്കെ രചിച്ചത് വള്ളത്തോളാണ്. മലയാള ഭാഷയിലാണ്. നീലദർപ്പൺ ആണെങ്കിൽ ദീനബന്ധു മിത്രയുടെ കൃതിയാണ് നീലദർപ്പൺ. ബംഗാളി ഭാഷയിൽ രചിച്ച കൃതിയാണ് നീലദർപ്പൺ. ദീനബന്ധു മിത്ര ബംഗാളി ഭാഷയിൽ രചിച്ച കൃതിയാണ്. ബംഗാളിലെ കർഷകരുടെ സന്യാസി കലാപം പ്രമേയമാക്കിയ നാടകമാണ് ആനന്ദമഠം. ഇത് രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഗാനമാണ് വന്ദേ മാതരം. ജസ്റ്റ് ഒന്നുകൂടി പറയാം, കൃതികൾ പറയാം, അതിന്റെ സാഹിത്യകാരൻ ആര് രചിച്ചത് പറയണേ. ആനന്ദമഠം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ഏത് ഭാഷയിലാണ്? ബംഗാളി ഭാഷയിലുള്ള കൃതിയാണ് ആനന്ദമഠം. ഗോര ഗീതാഞ്ജലി രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ, ബംഗാളി ഭാഷയിലാണ്. ജുൻബിരി രചിച്ചത് ലക്ഷ്മിനാഥ് ബസ് ബറുവയാണ്, ആസാമീസ് ഭാഷയിലാണ്.
നിബന്ധമാലയാണെങ്കിൽ നിബന്ധമാല രചിച്ചത് വിഷ്ണു ശാസ്ത്രി ചിപ്ലങ്കറാണ് മറാത്തി ഭാഷയിൽ. പാഞ്ചാലി ശബദം, കണ്ണൻപാട്ട്, കുയിൽപ്പാട്ട് സുബ്രഹ്മണ്യ ഭാരതിയാണ് തമിഴ് ഭാഷയിലാണ്. സത്യഹരിശ്ചന്ദ്ര രചിച്ചത് ഭാരതേന്ദു ഹരിശ്ചന്ദ്രയാണ് ഹിന്ദി ഭാഷയിൽ. സേവാസദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാന് ഇത് രചിച്ചത് പ്രേംചന്ദാണ് ഹിന്ദി ഭാഷയിൽ. ഹയാത്ത് ഇ സാദിയ, ഹയാത്ത് ഇ ജവീദ് ഇത് ആരുടെ കൃതികളാണ്? അൽതഫ് ഹുസൈൻ ഹാലിയുടെ കൃതികളാണ് ഹയാത്ത് ഇ സാദിയ, ഹയാത്ത് ഇ ജവീദ് ഉറുദു ഭാഷയിൽ. എൻ്റെ ഗുരുനാഥൻ, ബാപ്പുജി, ഇന്ത്യയുടെ കരച്ചിലൊക്കെ വള്ളത്തോൾ നാരായണ മേനോന്റെ കൃതികളാണ് മലയാള ഭാഷയിലുള്ളത്. നീലദർപ്പൺ ആണെങ്കിൽ ദീനബന്ധു മിത്രയുടെ കൃതിയാണ് നീലദർപ്പൺ. ബംഗാളി ഭാഷയിലുള്ളതാണ് നീലദർപ്പൺ. ഓക്കെ, നെക്സ്റ്റ് ആണ് പത്രങ്ങളാണ്. ഇംഗ്ലീഷിലും പ്രാദേശിക ഭാഷകളിലുമായിട്ട് നിരവധി പത്രങ്ങൾ നിലവിൽ വന്നു. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് രാജാറാം മോഹൻ റായ് ആണ്. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് രാജാറാം മോഹൻ റായ് ആണ്. രാജാറാം മോഹൻ റായ് ആരംഭിച്ച പത്രങ്ങളാണ് സംവാദ് കൗമുദി, മിറാത്തുൽ അക്ബർ. ബംഗാളി ഭാഷയിൽ രചിച്ച കൃതിയാണ്, ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് സംവാദ് കൗമുദി. പേർഷ്യൻ ഭാഷയിലാണ് മിറാത്തുൽ അക്ബർ. മിറാത്തുൽ അക്ബർ എന്നുള്ളത് പേർഷ്യൻ ഭാഷയിലുള്ള കൃതിയാണ് മിറാത്തുൽ അക്ബർ. ബ്രിട്ടീഷ് നയങ്ങളെ വിമർശിക്കാനോ അവയ്ക്കെതിരെ പ്രതികരിക്കാനും ചൂഷണങ്ങൾക്കെതിരായ മനോഭാവം വളർത്താനും വർത്തമാന പത്രങ്ങൾക്ക് സാധിച്ചു. പ്രധാനപ്പെട്ട പത്രങ്ങളോ ഭാഷ ഏത് ഭാഷയിലുള്ള നോക്കാം. അമൃത ബസാർ പത്രിക ആണെങ്കിൽ അത് ബംഗാളി ഭാഷയിലുള്ള പത്രമാണ്. അമൃത ബസാർ പത്രിക ബംഗാളി ഭാഷയിലാണ്. ദി ഹിന്ദു, ടൈംസ് ഓഫ് ഇന്ത്യ ഇതൊക്കെ ഇംഗ്ലീഷ് ഭാഷയിലുള്ള പത്രമാണ്. ദി ഹിന്ദു, ടൈംസ് ഓഫ് ഇന്ത്യ ഒക്കെ ഇംഗ്ലീഷ് ഭാഷയിലാണ്. മാതൃഭൂമി, അൽ അമീനൊക്കെ മലയാളത്തിലുള്ള പത്രങ്ങളാണ്. മാതൃഭൂമിയും അൽ അമീനും. ബ്രിട്ടീഷുകാർ വർത്തമാന പത്രങ്ങളെ അവർക്കെതിരായുള്ള പ്രചാരണ ആയുധമായിട്ട് കാണുകയും അവയെ നിയന്ത്രിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. ഇതിൽ പ്രധാനപ്പെട്ടതാണ് നാട്ടുഭാഷ പത്ര നിയമം, അതായത് വെർണാക്കുലർ പ്രസ് ആക്ട്. ബ്രിട്ടീഷുകാർ 1878 നടപ്പിലാക്കിയ നിയമമാണ് നാട്ടുഭാഷ പത്ര നിയമം അല്ലെങ്കിൽ വെർണാക്കുലർ പ്രസ് ആക്ട്. 1878 നടപ്പിലാക്കിയ നിയമമാണ്. ഇത് നടപ്പിലാക്കിയത് ലിട്ടൺ പ്രഭുവാണ്. ഇതിന്റെ ലക്ഷ്യം ഇന്ത്യൻ ഭാഷകളിലെ പത്രങ്ങളെ നിയന്ത്രിക്കുക, ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ വിമർശനങ്ങൾ അടിച്ചമർത്തുക. ഈ നിയമത്തിനെതിരെ ജനങ്ങൾ ശക്തമായ പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും നടത്തിയതിന്റെ ഭാഗമായിട്ട് ബ്രിട്ടീഷുകാർ ഇത് പിൻവലിച്ചു. വെർണാക്കുലർ പ്രസ് ആക്ട് നടപ്പിലാക്കിയ വർഷം 1878. നടപ്പിലാക്കിയത് ലിട്ടൺ പ്രഭുവാണ് നടപ്പിലാക്കിയത്. ഓക്കെ, നെക്സ്റ്റ് ആണ് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ. സമൂഹത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും ഇല്ലാതാക്കേണ്ടതിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്താൻ ആധുനിക വിദ്യാഭ്യാസം സഹായിച്ചു. സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങളിലൂടെ ഇന്ത്യക്കാരിലുണ്ടായ ആത്മവിശ്വാസം ദേശീയതയുടെ വളർച്ചയ്ക്ക് കാരണമായി തീർന്നു. സാമൂഹിക പരിഷ്കരണത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച ഇന്ത്യയിലെ ആദ്യകാല പ്രവർത്തകർ നോക്കാം. ആദ്യത്താണ് രാജാറാം മോഹൻ റായ്. രാജാറാം മോഹൻ റായ് ജനിച്ചത് 1772 ബംഗാളിലാണ്. രാജാറാം മോഹൻ റായ് ജനിച്ചത് 1772 ബംഗാളിലാണ് ജനിച്ചത്. ഇന്ത്യയിലുണ്ടായ സാമൂഹിക പരിഷ്കരണത്തിന് തുടക്കം കുറിച്ച വ്യക്തിയാണ് രാജാറാം മോഹൻ റായ്. ഹിന്ദു, ഇസ്ലാം, ക്രൈസ്തവ, ജൂത മതങ്ങളിൽ അഗാധമായ ജ്ഞാനം ഉണ്ടായിരുന്ന അദ്ദേഹം ഒരു ബഹുഭാഷാ പണ്ഡിതൻ കൂടിയായിരുന്നു. ഫ്രഞ്ച് വിപ്ലവാശയങ്ങൾ അദ്ദേഹത്തെ സ്വാധീനിച്ചിരുന്നു. 1772 ബംഗാളിൽ ജനിച്ചത് രാജാറാം മോഹൻ റായ്. ഓക്കെ, നെക്സ്റ്റ് ആണ് രാജാറാം മോഹൻ റായിയുടെ പ്രധാന പ്രവർത്തനങ്ങൾ നോക്കാം. ആധുനിക വിദ്യാഭ്യാസത്തിനായിട്ട് നിരവധി സ്കൂളുകൾ ആരംഭിച്ചു. സതി നിർത്തലാക്കുന്നതിന് വേണ്ടിയിട്ട് മുഖ്യ പങ്കുവഹിച്ചു. ബ്രഹ്മസമാജം എന്ന സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചു. സ്ത്രീകൾക്ക് പൈതൃക സ്വത്തിൽ അവകാശമുണ്ടെന്ന് വാദിച്ചു. വിഗ്രഹാരാധന, ബഹുദൈവ വിശ്വാസം എന്നിവർക്കെതിരെ നിലകൊണ്ടു. ശൈശവ വിവാഹം, ബഹുഭാര്യത്വം എന്നീ സാമൂഹിക തിന്മകൾക്കെതിരെ പോരാടി. ഇതൊക്കെയാണ് രാജാറാം മോഹൻ റായിയുടെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ജ്യോതിറാവു ഫുലെ കുറിച്ച് നോക്കാം. ഈ സതി എന്താണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. സതി അല്ലെങ്കിൽ ഉടന്തടിച്ചാട്ടം. ഭർത്താവ് മരിച്ചാൽ ഭാര്യയോ ആ ചിതയിൽ ചാടി ആത്മഹത്യ ചെയ്യണമെന്ന അനാചാരമാണ് സതി. സഹോദരന്റെ ഭാര്യയെ, രാജാറാം മോഹൻ റായിന്റെ സഹോദരന്റെ ഭാര്യയെ അഗ്നികുണ്ഡത്തിലേക്ക് ബന്ധുക്കൾ വലിച്ചെറിയുന്നത് കണ്ട് മനസ്സ് തകർന്ന റാം മോഹൻ റായ് സതിക്കെതിരായി ശബ്ദമുയർത്തുകയും പൊതുജനങ്ങളെ സംഘടിപ്പിച്ച് പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു. ഇത് തടയുന്നതിന് യുവാക്കളുടെ ഒരു സംഘവും രൂപീകരിച്ചു. അപ്പോൾ രാജാറാം മോഹൻ റായിയുടെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു? ആധുനിക വിദ്യാഭ്യാസത്തിനായിട്ട് നിരവധി സ്കൂളുകൾ ആരംഭിച്ചു. സതി നിർത്തലാക്കുന്നതിന് വേണ്ടിയിട്ട് മുഖ്യ പങ്ക് വഹിച്ചു. ബ്രഹ്മസമാജം എന്ന സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ആരംഭിച്ചു. സ്ത്രീകൾക്ക് പൈതൃക സ്വത്തിൽ അവകാശമുണ്ടെന്ന് വാദിച്ചു. വിഗ്രഹാരാധന, ബഹുദൈവ വിശ്വാസം എന്നിവയ്ക്കെതിരെ നിലകൊണ്ടു. ശൈശവ വിവാഹം, ബഹുഭാര്യത്വം എന്നീ സാമൂഹിക തിന്മകൾക്കെതിരെ പോരാടി. ഓക്കെ, നെക്സ്റ്റ് ആണ് ജ്യോതിറാവു ഫുലെ. മഹാരാഷ്ട്രയിലെ താഴ്ന്നതെന്ന് കണക്കാക്കപ്പെടുന്ന ജാതികളിൽപ്പെട്ടവരുടെയും സ്ത്രീകളുടെയും അവകാശങ്ങൾക്കായി പോരാടിയ സാമൂഹിക പരിഷ്കർത്താവാണ് ജ്യോതിറാവു ഫുലെ. ഏത് സ്റ്റേറ്റ്? മഹാരാഷ്ട്രയിൽ താഴ്ന്നതെന്ന് കണക്കാക്കപ്പെട്ട ജാതികളിൽപ്പെട്ടവരുടെയും സ്ത്രീകളുടെയും അവകാശങ്ങൾക്കായിട്ട് പോരാടിയ സാമൂഹിക പരിഷ്കർത്താവാണ് ജ്യോതിറാവു ഫുലെ. സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങൾക്കായിട്ട് രൂപം നൽകിയ സംഘടനയാണ് സത്യശോധക സമാജം.
വിധവാ വിവാഹം നടപ്പിലാക്കാനും വിധവകളുടെ മക്കൾക്ക് സംരക്ഷണം നൽകുന്നതിനും ഈ സംഘടന ശ്രമങ്ങൾ നടത്തിയിരുന്നു. സ്ത്രീകൾ, ദളിതർ എന്നിവർക്കായിട്ട് നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചു. മഹാരാഷ്ട്രയിലെ ജനത ആദരസൂചകമായിട്ട് വിളിച്ചത് മഹാത്മാ എന്നാണ്. ജീവിത പങ്കാളിയായ സാവിത്രിബായി ഫുലെ അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒപ്പമുണ്ടായിരുന്നു. നിരവധി പെൺപള്ളിക്കൂടങ്ങളും നിശാ പാഠശാലകളും സ്ഥാപിച്ചുകൊണ്ട് സാവിത്രിബായിയും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി. ജ്യോതിറാവ് ഫുലെയുടെ ഭാര്യയുടെ പേരാണ് സാവിത്രിബായി ഫുലെ കേട്ടോ. ജ്യോതിറാവ് ഫുലെയുടെ ഭാര്യയാണ് സാവിത്രിബായി ഫുലെ. അപ്പോൾ നിരവധി പെൺപള്ളിക്കൂടങ്ങളും നിശാ പാഠശാലകളും സ്ഥാപിച്ചുകൊണ്ട് സാവിത്രിബായിയും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി. ഓക്കെ, നെക്സ്റ്റ് ആണ് പണ്ഡിത രമാബായി. സാമൂഹിക പരിഷ്കരണ രംഗത്തെ സ്ത്രീ സാന്നിധ്യമാണ് പണ്ഡിത രമാബായി. കർണാടക സ്വദേശിയായ രമാബായി സ്വായത്തമാക്കിയ ഭാഷകളാണ് സംസ്കൃതം, മറാത്തി, ബംഗാളി. ഏത് സ്റ്റേറ്റ്? പണ്ഡിത രമാബായി കർണാടക സ്വദേശിയാണ്. ജ്യോതിറാവ് ഫുലെ ആണെങ്കിൽ മഹാരാഷ്ട്രക്കാരൻ. ഇനി സംസ്കൃത സാഹിത്യത്തിനുള്ള അവഗാഹം പരിഗണിച്ച് കൽക്കത്ത യൂണിവേഴ്സിറ്റി അധ്യാപകർ നൽകിയ ബഹുമതിയാണ് പണ്ഡിത എന്നത്. പണ്ഡിത രമാബായിക്ക് പണ്ഡിത എന്ന ബഹുമതി നൽകിയത് ഏത് സർവകലാശാലയാണ്? കൽക്കത്ത സർവകലാശാലയിലെ അധ്യാപകർ നൽകിയ ബഹുമതിയാണ് പണ്ഡിത. ശൈശവ വിവാഹത്തിനെതിരെ നിലകൊണ്ടു. വിധവകളുടെയും പെൺകുട്ടികളുടെയും വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് നിരവധി സ്കൂളുകൾ ആരംഭിച്ചു. പണ്ഡിത രമാബായി തന്റെ പ്രവർത്തനങ്ങൾക്കായിട്ട് ആരംഭിച്ച സംഘടനയാണ് ആര്യ മഹിളാ സമാജം. ഏതാണ്? പണ്ഡിത രമാബായി തന്റെ പ്രവർത്തനങ്ങൾക്കായിട്ട് ആരംഭിച്ച സംഘടനയാണ് ആര്യ മഹിളാ സമാജം. വിധവകളുടെ പുനരധിവാസത്തിനായിട്ട് ആരംഭിച്ച അഭയ കേന്ദ്രമാണ് ശാരദാ സദനം. വിധവകളുടെ പുനരധിവാസത്തിനായിട്ട് ആരംഭിച്ച അഭയ കേന്ദ്രമാണ് ശാരദാ സദനം. സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനം ലഭിക്കുന്നതിനായിട്ട് ആരംഭിച്ച പദ്ധതിയാണ് മുക്തി മിഷൻ. സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനം നൽകുന്നതിനായിട്ട് ആരംഭിച്ച പദ്ധതിയാണ് മുക്തി മിഷൻ. രമാബായി പങ്കെടുത്ത INC സമ്മേളനമാണ് 1889 ബോംബെ സമ്മേളനം. രമാബായി പങ്കെടുത്ത INC സമ്മേളനം ഏതാണ്? 1889 ബോംബെ സമ്മേളനം. അപ്പോൾ പണ്ഡിത രമാബായി തന്റെ പ്രവർത്തനങ്ങൾക്കായിട്ട് ആരംഭിച്ച സംഘടനയാണ് ആര്യ മഹിളാ സമാജം. വിധവകളുടെ പുനരധിവാസത്തിനായിട്ട് ആരംഭിച്ച അഭയകേന്ദ്രമാണ് ശാരദാ സദനം. ശാരദാ സദനം ആരംഭിച്ചത് പണ്ഡിത രമാബായിയാണ്. സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനം നൽകുന്നതിനായിട്ട് ആരംഭിച്ച പദ്ധതിയാണ് മുക്തി മിഷൻ. മുക്തി മിഷൻ എന്നത് സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനം നൽകുന്നതിന് ആരംഭിച്ച പദ്ധതിയാണ് മുക്തി മിഷൻ. രമാബായി പങ്കെടുത്ത INC സമ്മേളനമാണ് 1889 ബോംബെ സമ്മേളനം. 1889 ബോംബെ സമ്മേളനമാണ് രമാബായി പങ്കെടുത്ത INC സമ്മേളനം. ഇന്ത്യയിലെ ചില പ്രധാനപ്പെട്ട സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളെ സ്ഥാപകരെ നമുക്ക് പരിചയപ്പെടാം. സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ. പ്രാർത്ഥനാ സമാജം അതിനെ സ്ഥാപിച്ചത് ആത്മാറാം പാണ്ഡുരംഗാണ്. പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് ആത്മാറാം പാണ്ഡുരംഗ്. പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് ആത്മാറാം പാണ്ഡുരംഗാണ്. പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത്. ആര്യ സമാജം സ്ഥാപിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതി സ്ഥാപിച്ച പ്രസ്ഥാനമാണ് ആര്യ സമാജം. അലിഗഡ് പ്രസ്ഥാനമാണെങ്കിൽ സർ സയ്യിദ് അഹമ്മദ് ഖാൻ സ്ഥാപിച്ചതാണ് അലിഗഡ് പ്രസ്ഥാനം. തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിച്ചത് മാഡം ബ്ലാവിറ്റ്സ്കി ആൻഡ് കേണൽ ഓൾക്കോട്ട് ആൻഡ് മാഡം ബ്ലാവിറ്റ്സ്കിയാണ് തിയോസഫിക്കൽ സൊസൈറ്റിയുടെ സ്ഥാപകർ. രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദനാണ് രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത്. ഹിതകാരിണി സമാജം സ്ഥാപിച്ചത് വീരേശലിംഗം പന്തുലുവാണ്. ഹിതകാരിണി സമാജം സ്ഥാപിച്ചത് വീരേശലിംഗം പന്തുലു. സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചതാണെങ്കിൽ EV രാമസ്വാമി നായ്ക്കറാണ്. സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് EV രാമസ്വാമി നായ്ക്കർ. ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം ആരംഭിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം സ്ഥാപിച്ചതാണ് ശ്രീനാരായണ ഗുരു. സാധുജന പരിപാലന സംഘമാണെങ്കിൽ അയ്യങ്കാളി. ജസ്റ്റ് റിപ്പീറ്റ് ചെയ്യാം. പ്രാർത്ഥന സമാജം സ്ഥാപിച്ചത് ആത്മാറാം പാണ്ഡുരംഗ്. ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതി. അലിഗഡ് പ്രസ്ഥാനം സർ സയ്യിദ് അഹമ്മദ് ഖാൻ. തിയോസഫിക്കൽ സൊസൈറ്റി മാഡം ബ്ലാവിറ്റ്സ്കി ആൻഡ് കേണൽ ഓൾക്കോട്ട്. രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദൻ. ഹിതകാരിണി സമാജം വീരേശലിംഗം പന്തുലു. സ്വാഭിമാന പ്രസ്ഥാനമാണെങ്കിൽ EV രാമസ്വാമി നായ്ക്കർ. ശ്രീനാരായണ ധർമ്മപരിപാലന യോഗമാണെങ്കിൽ ശ്രീനാരായണ ഗുരു. സാധുജന പരിപാലന സംഘം അയ്യങ്കാളിയാണ് സ്ഥാപിച്ചത്. ഓക്കെ, നെക്സ്റ്റ് ആണ് ഗതാഗതവും വാർത്താവിനിമയവും. നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇന്ത്യൻ ദേശീയത ശക്തമാക്കുന്നതിന് ഇടയാക്കിയ സാഹചര്യങ്ങൾ എന്തൊക്കെയാണല്ലേ? ഫസ്റ്റ് പറഞ്ഞ പോയിന്റ് സാമ്പത്തിക നയം. നെക്സ്റ്റ് ആണ് പാശ്ചാത്യ വിദ്യാഭ്യാസം. പിന്നെ സാഹിത്യവും പത്രങ്ങളും. നെക്സ്റ്റ് ആണ് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ. ഈ ലാസ്റ്റ് വൺ ആണ് ഗതാഗതവും വാർത്താവിനിമയവും കേട്ടോ. ഗതാഗതവും വാർത്താവിനിമയവും. വ്യാപാര, വ്യവസായം, സൈനികാവശ്യങ്ങൾ എന്നിവയ്ക്ക് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ ഗതാഗത വാർത്താവിനിമയ സൗകര്യങ്ങൾ വിപുലീകരിച്ചു. ബ്രിട്ടീഷുകാർ ആരംഭിച്ച ഗതാഗത വാർത്താവിനിമയ സംവിധാനങ്ങളാണ് റെയിൽവേ, പോസ്റ്റൽ സംവിധാനം, കമ്പി തപാല്. ബ്രിട്ടീഷുകാർ ആരംഭിച്ച ഗതാഗത വാർത്താവിനിമയ സംവിധാനങ്ങൾ ഏതൊക്കെയാണ്? റെയിൽവേ, പോസ്റ്റൽ സംവിധാനം, കമ്പി തപാല്. ചരക്കു നീക്കം എളുപ്പത്തിലാക്കുവാൻ വേണ്ടിയിട്ട് റോഡ് ഗതാഗതം മെച്ചപ്പെടുത്തി. ഇന്ത്യയിലെ എല്ലാ ഭാഗങ്ങളിലേക്കും സഞ്ചരിക്കുവാനോ ആശയവിനിമയം നടത്താനും പരസ്പരം മനസ്സിലാക്കുവാനോ ഈ സൗകര്യങ്ങൾ ഇന്ത്യക്കാരെ സഹായിക്കുകയും അതുവഴി ദേശീയ മനോഭാവം രൂപപ്പെടുത്തുകയും ദേശീയ പ്രസ്ഥാനം ശക്തിപ്പെടുത്തുകയും ചെയ്തു.